ഡാഡി ഗിരിജ ഫ്രം ഉത്തരാഖണ്ഡ്. നമസ്കാരം. നമസ്തേ. ഞാനിപ്പോൾ മധ്യപ്രദേശിലാണ് വരുന്നത് കേട്ടോ. മധ്യപ്രദേശിലായിരുന്നു. ആളുകൾ ഇങ്ങനെ ചോദിക്കായിരുന്നു, താങ്കളെ കാണുന്നില്ലല്ലോ, കാണാൻ കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള സമീപനം കാരണം എൻ്റെ താമസം വളരെ ബുദ്ധിമുട്ടാണ് കേരളത്തിൽ താമസിക്കാൻ. അല്ല, ഡെവിൽസ് ഓൺ കൺട്രി അല്ല, ഗോഡ്സ് ഓൺ കൺട്രി റൂൾഡ് ബൈ ഡെവിൽസ് ഓൺ പീപ്പിൾ. ആ ആറ്റിറ്റ്യൂഡ് കൊണ്ടുള്ള ഇഷ്യൂസ് മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ താമസം ഉൾപ്പെടെ മധ്യപ്രദേശിലേക്ക് മാറ്റിയാലോ എന്ന് ആലോചിക്കുകയാണ്. അല്ല, ആലോചിക്കുകയല്ല, ഏകദേശം അതിൻ്റെ ഒരു പകുതി സെറ്റിൽമെൻ്റ് ആയി. അവിടെ ആകുമ്പോൾ പിന്നെ കഞ്ചാവൊക്കെ സുലഭമായിട്ട് വിൽക്കാനോ? കേരളത്തിൽ അത് പറ്റില്ല. അല്ല, കേരളത്തിലാണ് ഞാൻ സുലഭമായിട്ട് വിൽക്കുന്നത്. എൻ്റെ മധ്യപ്രദേശിനെക്കാട്ടി കൂടുതൽ വിൽക്കുന്നത് കേരളത്തിലാണ്. എൻ്റെ ഔഷധങ്ങൾ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്നത് കേരളത്തിലാണ്. കഞ്ചാവ് ഔഷധങ്ങൾ. അപ്പോൾ അത് മധ്യപ്രദേശിൽ വിൽക്കുമ്പം ആർക്കും ഒരു വിഷമമില്ല. പക്ഷേ ഇവിടെ വിൽക്കാൻ നേരത്ത് ഇവിടുത്തെ ആയുഷുകാർക്ക് വിഷമം, ഇവിടുത്തെ എക്സൈസിന് വിഷമം, എന്തിന് പഞ്ചായത്ത് ലൈസൻസിൽ പോലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട ആദ്മി ഇവർക്ക് നീതി കൊടുക്കണോ അതോ മധ്യപ്രദേശ് സർക്കാരിന് കൊടുത്താൽ അവർ വളരെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്ന യാതൊരു പ്രശ്നങ്ങളുമില്ല, തടസ്സങ്ങളുമില്ല. അതുകൊണ്ട് ഇപ്പോൾ അവിടുന്ന് ബില്ല് ചെയ്യുക, അയക്കുക. കേരളത്തിലെ റൂട്ടിൽ നിന്നുള്ള വളം മേപ്പോട്ട് വലിച്ചത്. കഞ്ചാവ് അടിച്ചു കഴിഞ്ഞാൽ സന്തോഷം കൂടും. സംശയമില്ലാത്ത കാര്യമല്ലേ? നീ ഇത് ആദ്യമായിട്ട് കേൾക്കുകയാണ്. നമ്മുടെ ശരീരത്തിൽ പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട് ഈ കഞ്ചാവ് അടിച്ചു കഴിഞ്ഞാൽ സന്തോഷം കൂടുന്നൊക്കെ. ഞാൻ നിന്റെ അടുത്ത് പല ആവർത്തി പറഞ്ഞാണ്. അതായത് ഡോസ് എനിക്ക് തന്നെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ ഡോപ്പോമിൻ, ഓസിറ്റോക്സിൻ, സെറോട്ടിൻ, എൻഡോർഫിൻ, ഇങ്ങനെ 4 ഹോർമോൺസാണ് നമുക്ക് ശാരീരികമായിട്ട് സന്തോഷവും ഉന്മാദവും ഒക്കെ തരുന്നത്. ഇതിനു വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് തന്നെ. അതിൽ എൻഡോകനോബിഡോൾ എന്ന് സായിപ്പിൻ്റെ ഭാഷ പറയുന്ന ഒരു ഉത്തേജകമാണ് മുലപ്പാൽ കൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പം അവിടെ മുതൽ തുടങ്ങുന്ന ഒരു സാധനമാണിത്. പിന്നെ നമ്മൾ മനുഷ്യൻ എന്ന് പറയുന്നത് കസേരയിൽ നിന്ന് കറങ്ങാനുള്ള സാധനം കൂടെ അല്ല. ഭൂമിയായിട്ട് ബന്ധപ്പെട്ട് ഭൂമിയിലേക്ക് പോയി പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് ചേരുന്നതാണ്. അല്ല, ഭൂമിയിൽ നിന്ന് വന്ന് തിരിച്ച് ഭൂമിയിലേക്കുള്ളൊരു ഇതിനിടയ്ക്കുള്ളൊരു ചെറിയൊരു വെപ്രാളമാണ് ഈ കാണിച്ചു കൂട്ടുന്നതല്ല. എങ്കിലും ഇത്രയും അതായത് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ശുദ്ധമായ ഒരു സാധനം ലോകത്ത് വേറെയില്ല. അതുകൊണ്ടാണല്ലോ ഇതിനെ ദൈവികം എന്നും അല്ലെങ്കിൽ ശിവമൂല്യം എന്നൊക്കെ പറയുന്നത്. ആരാ പറയുന്നത്? നമ്മുടെ സനാതനധർമ്മ സിദ്ധാന്തത്തിലുണ്ട്. ഏത് കഞ്ചാവും ഇതാണെന്നോ? പിന്നെ ശിവമൂല്യം എന്ന് കേട്ടിട്ടില്ലേ? പിന്നെ 4 വേദങ്ങളിൽ 3 എണ്ണത്തിലുണ്ട്. പിന്നെ അതുകൂടാതെ ആനന്ദകാന്തം എന്ന് പറഞ്ഞ നമ്മുടെ ആനന്ദഭൈരവൻ, ശ്രീലങ്കൻ ഋഷി, അദ്ദേഹത്തിൻ്റെ ബുക്കിൽ നിന്നാണ് ഞാൻ ആ ക്യാൻസറിനുള്ള മരുന്നിൻ്റെ ക്ലാസിക്കൽ ടെക്സ്റ്റ് കൊണ്ട് അതിന് ലൈസൻസ് എടുത്തേക്കുന്നത്. ക്യാൻസർ ക്യൂർ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പം മൊത്തത്തിൽ കഞ്ചാവ് ഒരു ദിവ്യ ഔഷധം തന്നെയാണ്. ഒരു സംശയം. താങ്കൾ അടിക്കാറുണ്ടോ? ഞാൻ ഈ ചോദ്യത്തിന് പല പ്രാവശ്യം നിനക്ക് ആൻസർ തന്നിട്ടുള്ളതാണല്ലോ. കഞ്ചാവ് ഔഷധം കാണാത്ത ഒരുപാട് പ്രേക്ഷകരുണ്ടാവും. അല്ല, എനിക്കിപ്പോൾ അവരെ കാണിച്ച് പ്രോത്സാഹിപ്പിക്കാൻ താങ്കൾ അറിയാത്ത നിരവധി ആളുകൾ. അല്ല, അതല്ലേ പറഞ്ഞത്. നിരവധിയായിട്ടുള്ള ആളുകൾ. എൻ്റെ സ്വകാര്യതയിലേക്ക് നീ കടന്നു കയറേണ്ട. മനസ്സിലായില്ലേ? ഇവിടുത്തെ സൈബർ ആക്ട് അനുസരിച്ച് സെക്ഷൻ 42, 73 ഒക്കെ അനുസരിച്ച് ഞാൻ വലിക്കുന്നുണ്ടോ, താങ്കൾ അപ്പം എന്താണ് അടിക്കുന്നുണ്ടോ എന്ന് പറയാൻ താങ്കൾക്ക് ധൈര്യമില്ല? അല്ല, ധൈര്യക്കുറവുണ്ട്. അതിന്റെ ആവശ്യമില്ല. കാര്യം എന്റെ സ്വകാര്യത ഞാനെന്തിനാ നിന്റെ അല്ല, ഞാൻ പുരുഷനാണ്. അല്ല, ഞാൻ പുരുഷനാണോ സ്ത്രീയാണോ എന്ന് ഇപ്പൊ മുണ്ട് നോക്കി കാണിച്ച് നിന്റെ സർട്ടിഫിക്കറ്റ് മേടിക്കേണ്ട കാര്യം എനിക്കിപ്പോ പ്രായത്തിലില്ലാത്ത കാരണം 1-2 പറയാൻ ധൈര്യക്കുറവുണ്ട്. അല്ല, കഞ്ചാവ് അടിക്കുമെന്ന് പറയേണ്ട കാര്യമില്ലെന്ന്. ധൈര്യക്കുറവിന്റെ പ്രശ്നമല്ല. ഞാൻ കഞ്ചാവിന്റെ ഒരു ആരാധകനാണ്. ഞാനത് ചോദിക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഉപയോഗിക്കാത്ത ഇത് ക്രൈമാണ്. ഇത് ഉപയോഗിക്കുന്നത് ഏറ്റവും വലിയ തെറ്റാണ്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നശിച്ചു പോകുമെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരുടെ വിശ്വാസം അതേപടി തന്നെ നിൽക്കട്ടെ, അതിൽ യാതൊരു തരത്തിലും തെറ്റുമില്ല. ഈ സാധനം വിൽക്കുക എന്ന് പറയുന്നത് കേരളത്തിൽ നിയമപരമായിട്ട് തെറ്റാണ്. ഔഷധത്തിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. അല്ലാതെ ഉപയോഗിക്കുക എനിക്കില്ലല്ലോ. അല്ലാതെ ഉപയോഗിക്കുക എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പൊ ഞാൻ താങ്കൾ ഉപയോഗിക്കുമോ എന്ന് ചോദിക്കാൻ കാരണം ഇത് ഉപയോഗിച്ചാലുള്ള അനുഭവം, താങ്കളുടെ എക്സ്പീരിയൻസ് ചെയ്തത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അത് ചോദിച്ചത്. അത് ഞാൻ അതിലേ പറഞ്ഞത്. ഞാനൊരിക്കലും ഡയറക്റ്റ് കഞ്ചാവിനെ പോയിക്കാൻ റെക്കമെൻഡ് ചെയ്യാൻ പോലും ഇല്ല. പക്ഷേ അടിവരയിട്ട് പറയുന്നു, കഞ്ചാവിനേക്കാൾ മാരകമാണ് നിങ്ങൾ കുടിക്കുന്ന ചായ. അപ്പോൾ അതിൻ്റെ ദിവ്യത്വം മനസ്സിലായില്ലേ? ചായക്ക് അഡിക്ഷനുണ്ട്. ഇന്ന് നിങ്ങളുടെ ചായ കുടിച്ചു കഴിഞ്ഞാൽ നാളെ ഏകദേശം ആ സമയമാകുമ്പം പോട്ടുവാ വരികയും ആലസ്യം വരികയൊക്കെ ചെയ്യും. ഏകദേശം കഞ്ചാവ് ഇന്ന് കഴിച്ചുകൊണ്ട് നാളെ കഴിക്കണമെന്നില്ല. പക്ഷെ കഴിച്ചാൽ നിങ്ങൾക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ നല്ല സന്തോഷം ഉണ്ടാവും.
മനസ്സിലായി? ഈ പറഞ്ഞ കണക്ക് എൻഡോക്രിനോയിഡുകൾ നമ്മുടെ ശരീരം ഡിപ്രഷനൊക്കെ മാറ്റാൻ പറ്റും, സംശയമില്ലാത്ത കാര്യമല്ല. നമ്മുടെ ഡി അഡിക്ഷന് വരെ ഇത് മരുന്നായിട്ട് കൊടുക്കുന്നുണ്ട്. അതായത് മദ്യത്തിനൊക്കെ അടിമയായാളെ അവരെ മദ്യത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടി ഇതിൻ്റെ നമ്മുടെ പല പ്രിപ്പറേഷൻസ് ഉണ്ട്, അത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഗുണമെന്നൊരു സാധനമുണ്ട്, അത് എയ്ഡ്സിന് വരെ നല്ലതാണ്. ഇത് അടിച്ചാലുണ്ടാവുന്ന, അല്ലെങ്കിൽ താങ്കൾ അടിച്ചു എന്നല്ല ഞാൻ പറയുന്നത്, ഇത് അടിച്ചിട്ട് മറ്റാൾക്കാരുണ്ടാവുമല്ലോ താങ്കളുടെ അനുഭവത്തിലുള്ള, അവർ പറയുന്ന എക്സ്പീരിയൻസ് എന്താ? ഇത് അവർ ഇതുവരെ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരാൾക്ക് ഉണ്ടാവുന്ന അനുഭൂതി തരം അത് ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ്. അതിപ്പോൾ 10,000 പേര് അടിക്കുകയാണെങ്കിൽ 20,000 തരം അനുഭൂതിയായിരിക്കും. ഇപ്പോൾ എല്ലാവരുടെ എക്സ്പീരിയൻസ് ഇവിടെ വെച്ച് ഒന്ന് വിളിക്കാൻ പറ്റും. പക്ഷേ എൻ്റെ ഔഷധങ്ങൾ വാങ്ങി സ്വന്തമായിട്ട് ഉപയോഗിക്കും, മക്കൾക്കും ഭാര്യ കുടുംബത്തിന് സമേതം കൊടുക്കുന്ന ആളുകളുണ്ട്. ഞാൻ അവരെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണല്ലോ. അതിലൊരാൾ നന്ദകുമാറോട് സംസാരിച്ചിട്ടുള്ളതാണ്. നന്ദകുമാർ പിന്നെ ഇൻ്റർവ്യൂ ആണെങ്കിൽ കുട്ടികൾ സഹിതം വരാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരാളല്ല, 2-3 പേര് കുട്ടികളാണ്, മക്കൾ സഹിതം വരാം. അവർക്ക് എന്ത് ഗുണമായിരിക്കും ഉണ്ടായിരിക്കുന്നത്? ഒരു കുട്ടി പിന്നെ 28 വയസ്സ് 24 വയസ്സ് അങ്ങോട്ടാണ്, അല്ല 22 വയസ്സ്, കോളേജിൽ പഠിക്കുന്ന. അവർക്ക് നല്ല ഫിയർ ഉണ്ടായിരുന്നു, എക്സാം ഫോബിയ എന്ന് പറയും. പരീക്ഷ എടുക്കാൻ നേരത്തുണ്ടാകുന്ന വെപ്രാളം കൊണ്ടല്ലോ, അതിൽ നിന്നൊക്കെ നല്ല മാറ്റം ഉണ്ടായിട്ട് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യാനും ഇന്ന പാഠഭാഗങ്ങൾ പഠിക്കണമെന്നൊരു ഇൻഡ്യൂഷൻ ഉണ്ടാവാനും പഠിത്തത്തിൽ നല്ല മാർക്ക് വാങ്ങുകയും ചെയ്തിട്ടുണ്ട് ആ കുട്ടി. അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിട്ട്. പിന്നെ ആ കുട്ടി ഇൻഡയറക്റ്റായിട്ട് അവരുടെ കോളേജിലും ഇങ്ങനെ കഞ്ചാവിനെ കുറിച്ചൊരു സംസാരം വന്നപ്പോൾ ആരും എക്സൈസുകാർ വന്ന് ഒക്കെ പറഞ്ഞപ്പോൾ കുട്ടി എണ്ണീറ്റെന്ന് പറഞ്ഞു, ഞാൻ കഴിക്കുന്നല്ല, പക്ഷേ ഇങ്ങനെയൊക്കെ ചില ഗുണങ്ങളുണ്ടെന്ന് കേട്ടല്ലോ സാറേ എന്ന് ചോദിച്ചപ്പം അയാൾ അത് കൃത്യമായി മറുപടി ഓഫീസേഴ്സ് കൊടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ചായയാണ് അതിലും ദോഷം, ചായയാണ് ഇവിടെ നിരോധിക്കേണ്ടത്. ചായ നിരോധിക്കണം, കഞ്ചാവ് പ്രൊമോട്ട് ചെയ്യണം. അത് ഇവിടുത്തെ ഗവൺമെൻറ് തലതിരിവ് മാറ്റിയിട്ട്, കാര്യം ഇവിടുത്തെ ഒന്നാമത് ഇവിടുത്തെ നാളിതുവരെ ഭരിച്ചിട്ടുള്ള ഒരു സർക്കാരും ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയല്ല പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത്. അവരുടേതായ സെക്ടേറിയൻസിനെ കുറേ അടിമകൾ ഉണ്ടാക്കുക, അവർ പറയുന്നത് സത്യമാണെന്ന് വിശ്വസിപ്പിക്കുക, അതിൽ കുറേ ആൾ രക്ഷപ്പെടുത്തുക. അതിനൊരു ഉദാഹരണമാണല്ലോ ഇന്ന് തിരുവനന്തപുരത്ത് പാർട്ടി ഒരു ബാങ്കിലെ ഒരു ഉദ്യോഗസ്ഥനും അയാളുടെ ഭാര്യയും 2 നല്ല ആൺകുട്ടികളും കടബാധ്യത കാരണം മരിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ, ആത്മഹത്യ ചെയ്തെന്ന് പറയുന്നു. അപ്പോൾ അതൊക്കെ ഒരു എന്താ പറയുക, നെഗറ്റീവ് എനർജി അവർ ഫിയർ കയറിയതുകൊണ്ടല്ലേ. നേരെ കുറച്ച് എനർജറ്റിക് ആയിട്ടുള്ള 2 ആൺകുട്ടികളുടെ ഒരു കുടുംബത്തിന് എന്ത് ഭാവി അവരുടെ മുമ്പിൽ തുറന്നു കിടക്കല്ലേ. അപ്പോൾ അത്ര പോലും നെഗറ്റീവായിട്ട് ചായയൊക്കെ കഴിച്ചിട്ട് അവരിങ്ങനെ ആവുന്നു. പിന്നെ കൊറോണ വാക്സിൻ, ഞാൻ അടുത്ത സബ്ജക്റ്റിലേക്ക് വരാം. പോസിറ്റീവ് ആവാൻ ഇത് ഉപയോഗിക്കുക അല്ലേ? ഇതിൻ്റെ ഔഷധങ്ങൾ കഴിച്ച് മദനകാമേശ്വരിയിലേക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്കുള്ള പഞ്ചസാരകളും കുറേ പ്രിപ്പറേഷൻസ് ഉണ്ട്, അതൊക്കെ കഴിച്ച് നല്ല ഉത്തേജനം ഉണ്ടായിട്ട് എന്ത് വന്നാലും നേരിടാം. കാതുള്ളപ്പോൾ കാതും കടുക്കനുള്ളവും വരുമെന്നും തലയ്ക്ക് മീതെ വെള്ളം വന്നാൽ അതൊക്കെ മീതെ തോണിയെന്ന് ചിന്തിക്കാനൊക്കെ ഉള്ള ആ പോസിറ്റീവ്നെസ് സ്വയം ഉണ്ടാവും, അടിമയല്ലാണ്ട് ജീവിക്കാൻ പഠിക്കും. അപ്പോൾ അതിനുവേണ്ടി എൻ്റെ യുവാക്കളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ ആങ്സൈറ്റി വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മദ്യത്തിന് അടിമയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മരുന്നുകൾ വാങ്ങി സേവിക്കുക. നല്ല ഡോക്ടേഴ്സ്, ആയുഷ് ഡോക്ടേഴ്സിനെ കാണുക. കാര്യം ഷെഡ്യൂൾഡ് ഈവൺ മെഡിസിനിലാണിത് വരുന്നത്. ഇത് മാത്രമല്ല, കുന്നിക്കുരു, പിന്നെ ഈ കാഞ്ഞിരം, പിന്നെ ഇത് ഉമ്മം, വെളുത്ത കറുത്തുമ്മം എന്നൊക്കെ പറഞ്ഞ ഉമ്മത്തിൻ്റെ ചെടിയുണ്ട്, ആസ്മയ്ക്കുള്ള മരുന്നുണ്ടാക്കുന്നത്. അപ്പോൾ ഇതെല്ലാം വരുന്നത് ഒരേ ഷെഡ്യൂളിലാണ്. അപ്പം തീർച്ചയായിട്ടും ഞാൻ അവരോട് അഭ്യർത്ഥിക്കുന്നു, പേരൻസിനോട് കൂടി പറയുന്നു, നിങ്ങൾ കഞ്ചാവെന്ന് പറയുമ്പോൾ നെറ്റി വിളിക്കേണ്ട, കുട്ടികളെ അതിൽ നിന്ന് അകർത്തണ്ട, പക്ഷേ അതിൻ്റെ നല്ല വശത്തേക്ക് അവർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഭാവി തലമുറ നിങ്ങൾക്ക് പ്രയോജനപ്പെടും. ഓം നമഃ ശിവായ.